മറ്റൊരു രസകരമായ വസ്തുത, അദ്ദേഹം ഇന്നൊരു ഇരവാദം മുഴക്കുന്നുണ്ടായിരുന്നു. എന്താ? താൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് കേരളത്തിലെ NGO-കളുടെ വിശ്വാസ്യതയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണെന്ന്. നഷ്ടപ്പെട്ടു ഈ ഒരു സാധനത്തിലൂടെ NGO-കളുടെ വിശ്വാസ്യത എന്ന്. അദ്ദേഹത്തിന്റെ ബിസിനസ് പൊളിയും എന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. താങ്കൾ പറയുന്നതിന് മുന്നേ, താങ്കളൊക്കെ ഇതുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ യഥാർത്ഥത്തിൽ NGO ആയി പ്രവർത്തിച്ച ഒരുപാട് സംഘടനകൾ കേരളത്തിന്റെ മണ്ണിൽ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ NGO, സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ, രജിസ്റ്റേർഡ് എൻറ്റിറ്റികളായി ചെയ്യുന്നവരുണ്ടായിരുന്നു. അവർ ചെയ്തതിന്റെ മെച്ചം ഈ ജനത അനുഭവിച്ചിട്ടുണ്ട്. അവരാരും തന്നെ പകുതി വിലയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞൊരു സൗജന്യം ചെയ്തിട്ടില്ല. മിസ്റ്റർ നജീബ് കാന്തപുരം, താങ്കൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ സ്കീമിൽ പകുതി വിലയ്ക്ക് ഒരു ആൾക്ക് കൊടുക്കുന്നതിന് പകരം താങ്കൾ യഥാർത്ഥത്തിൽ ഒരു NGO ആയിരുന്നു എങ്കിൽ താങ്കൾക്ക് ഇതിന്റെ പുറകിലെ നൂലാമാലകളൊക്കെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും തട്ടിപ്പും വെട്ടിപ്പും എവിടെയാണെന്നും അറിഞ്ഞിട്ടും താങ്കൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം, ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ രണ്ടാൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരാളിലേക്ക് ചുരുങ്ങുമായിരുന്നു എന്നുള്ളൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. പൂർണ്ണമായും വ്യക്തികൾക്ക് താങ്കൾ എന്തുകൊണ്ടാണ് സൗജന്യത്തിൽ കൊടുക്കാഞ്ഞത്? എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യാഞ്ഞത്, സൗജന്യമായി ഇരുചക്ര വാഹനം വിതരണം ചെയ്യാഞ്ഞത് ശരിയാണ്. സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന്റെ നേർപകുതിയാണ് പൂർണ്ണമായ സൗജന്യമായിട്ട് കൊടുത്താൽ പറ്റുകയുള്ളൂ. അപ്പൊ പിന്നെ ഈ ഒരു മോഡൽ, അതായത് അനന്തുകൃഷ്ണൻ വികസിപ്പിച്ച മോഡൽ പെരിന്തൽമണ്ണയിൽ താങ്കൾ സ്വന്തം ലേബലിൽ തന്നെ നടപ്പിലാക്കാൻ താങ്കൾ അവിടെയും എന്തോ അനന്തുകൃഷ്ണന്റെ പരിപാടി താങ്കൾ ഏറ്റെടുത്തത് മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പത്രക്കാരുടെ മുന്നിലേക്കായിട്ട് ഇതൊന്ന് ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇതിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നാഷണൽ NGO കോൺഫെഡറേഷൻ, അതായത് അനന്തുകൃഷ്ണനുമായി ഈ തട്ടിപ്പിന് ബന്ധമുണ്ടെന്നും അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിന് അദ്ദേഹം ഇരയായി എന്നുമാണല്ലോ അദ്ദേഹം പറയുന്നത്. താങ്കള് ബോധപൂർവം മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, ക്രിയ, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദരണീയരായ ലീഗിന്റെ നേതാക്കളുടെ പേര്, ഇതൊക്കെ മാത്രമേ എല്ലായ്പ്പോഴും ഉപയോഗിച്ചിരുന്നുള്ളൂ. കാരണം ഇത് മേനി നടിക്കുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ താങ്കൾക്ക് തന്നെ വരണമെന്ന താങ്കളുടെ അതിബുദ്ധി, ആ നിർബന്ധ ബുദ്ധി താങ്കളെ കൊണ്ടുചെന്ന് ചാടിച്ചിരിക്കുന്നത് കൈ കഴുകാൻ പോലും പറ്റാത്ത വിധം, കൂട്ടുപ്രതി മാത്രമാണ് ഞാൻ, മുഖ്യപ്രതി അനന്തുവാണ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒറ്റ പ്രതിയേ ഉള്ളൂ. ആ പ്രതി മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള നജീബ് കാന്തപുരം എന്നുള്ള പേരുകാരനാണ്. അത് രജിസ്റ്റർ ചെയ്തപ്പോൾ താങ്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് താങ്കൾ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് താങ്കൾ അന്ന് MLA അല്ലായിരിക്കും, അപ്പോഴായിരിക്കാം രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ഒരു MLA ആയ ശേഷം താങ്കളുടെ പേരിൽ എന്തൊക്കെ നടത്തുന്നു എന്ന് താങ്കൾ വർഷാവർഷങ്ങളിൽ നൽകേണ്ടുന്ന ഡോക്യുമെന്റുകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇനി മാന്തി എടുക്കാൻ പോവാ. എല്ലാം താങ്കളുമായി ബന്ധപ്പെട്ട സകല ഇടപാടുകളും അതിന്റെ ഒരറ്റം പിടിച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വേഗം ഈ കുറ്റമെങ്കിലും അങ്ങ് ഏൽക്കുക. അപ്പൊ നമ്മൾ ഈ വിഷയം അവിടെ വിടും. പിന്നെ ഇതിന്റെ അന്വേഷണത്തിലേക്ക് താങ്കൾ പരിമിതപ്പെടും ഈ കാര്യത്തിൽ. അപ്പൊ നമ്മൾ മറ്റോരോരോ കാര്യങ്ങളായിട്ട് തുടങ്ങും. അത്രയേ ഉള്ളൂ.